ജസ്റ്റിസ് കമാൽ പാഷ കൂടി. ജസ്റ്റിസ് കമാൽ പാഷ, 376 ഡിയിൽ 20 വർഷം എന്നുള്ളത് കുറഞ്ഞ ശിക്ഷ എന്ന് പറയുകയായിരുന്നു അഡ്വക്കേറ്റ് രാജകുമാർ. പബ്ലിക് പ്രോസിക്യൂട്ടർ അതിൽ കടുത്ത നിരാശനമാണ്. അതെ, വളരെ ശരിയായ പ്രതികരണമാണ് അജകുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഞാൻ കണ്ടു, ഞാൻ TV-യുടെ മാധ്യമത്തിൽ കണ്ടു, മാധ്യമങ്ങളിൽ കണ്ടു. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു കേസിനകത്ത് ഇതേപോലെ ഈ കുറഞ്ഞ ശിക്ഷ, അതായത് 20 വർഷം എന്ന് പറഞ്ഞാൽ അപ് ടു 20 years എന്നല്ല അത് ഈ പറഞ്ഞേക്കുന്നത്, നോട്ട് ലെസ് ദാൻ 20 years എന്നാണ്. 20-ൽ കുറയാത്ത ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞാൽ 20 വർഷം മുതൽ മേലോട്ട് എത്ര വർഷം വേണമെങ്കിലും കൊടുക്കാം സെഷൻസ് കോടതിക്ക്. അത് ദാറ്റ് മേ എക്സ്റ്റെൻഡ് ടു ലൈഫ്. എന്നിട്ട് ലൈഫ് ഇംപ്രിസൺമെന്റിന്റെ ഡെഫിനിഷൻ പോലും ആ സെക്ഷനിൽ പറയുന്നുണ്ട്. സുപ്രീം കോടതി നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും അല്ലാതെ ഈ സെക്ഷനിൽ തന്നെ സ്റ്റാറ്റ്യൂട്ട് തന്നെ പറയുന്നുണ്ട്. ലൈഫ് എന്ന് പറഞ്ഞാൽ ലൈഫ് മീൻസ് ഇംപ്രിസൺമെന്റ് ഫോർ ദ റിമൈൻഡർ ഓഫ് ലൈഫ്, അതായത് ജീവിതത്തിന്റെ അവസാനം വരെ, ബാക്കി കാലം മുഴുവൻ ഉള്ള ശിക്ഷ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് ഓരോ കേസിന്, എന്നിട്ട് നമുക്ക് ഇപ്പൊ ജഡ്ജിന്റെ ഒരു വിവേചനാധികാരമാണ് ഈ ശിക്ഷ കൊടുക്കുന്നത്, ശരിയാണ്. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു കേസിനകത്ത് ഒരു നിരാലംബിയായ ഒരു പെൺകുട്ടി അതിന് ഇത്രയും ഒരു ഗാങ് റേപ്പ് ചെയ്തു എന്നുള്ള എവിഡൻസ് ഉണ്ടെന്നും ഗാങ് റേപ്പ് ആണെന്നും കണ്ടതിന് ശേഷം ഈ പെൺകുട്ടിയെ ഇതുപോലെ തട്ടിക്കൊണ്ടുപോയി ഇതുപോലെ ചെയ്യാണ്. എന്നിട്ട് അതിന് ഏറ്റവും കുറഞ്ഞ ശിക്ഷ, അത് കഴിഞ്ഞ 428 CRPC അനുസരിച്ച് അത് ഈ ജയിലിൽ കിടന്ന പീരീഡ്, ഇൻവെസ്റ്റിഗേഷൻ, ഇൻക്വയറി, ട്രയൽ, ഈ പീരീഡിലൊക്കെ കിടന്ന ആ പീരീഡ് മുഴുവൻ കുറഞ്ഞു കിട്ടും. അങ്ങനെ കൊടുക്കുന്ന ഉടനെ ഇത് എന്തുവാ ഇതിനകത്ത് ശിക്ഷയവന്മാർക്ക്? എന്നിട്ട് പറഞ്ഞ് 40 വയസ്സിന് താഴെയുള്ളവരാണ്. എന്തും അതിന്റെ പ്രത്യേകത എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ മധ്യവയസ്കന്മാരെ മാത്രമേ പിടിച്ച് അകത്തിടാൻ പാടുള്ളൂ. അല്ല കമാൽ പാഷ, ശിക്ഷ വിധിക്കുമ്പോൾ സമൂഹത്തോടും കുറ്റവാളിയോടും നീതി പുലർത്തുന്ന രീതിയിൽ സന്തുലിതമായിരിക്കണം കാര്യങ്ങൾ പരിഗണിക്കേണ്ടത്. എത്ര കൊടൂര കുറ്റകൃത്യമാണെങ്കിലും ക്രിമിനൽ എന്നാണ്. കോർട്ട് ഹാസ് ടു കൺസിഡർ ദ ക്രൈം ആസ് വെൽ ആസ് ദ ക്രിമിനൽ. യവന്മാർക്ക് ചെറുപ്പമാണോ ഇല്ലയെന്നല്ല നോക്കുന്നേ. യവന്മാർക്ക് ഇറങ്ങി വേറെ ഇതുപോലെ ബാക്കി പെൺകുട്ടികളെ പീഡിപ്പിക്കണോ? അതല്ലല്ലോ. അതിന് ക്രൈം ആസ് വെൽ ആസ് ദ ക്രിമിനൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവന്റെ ക്രിമിനലിന്റെ പശ്ചാത്തലം അത് നോക്കണം. കാരണം അവന് ഇപ്പൊ ഫൈനൊക്കെ കൊടുത്താൽ അടയ്ക്കാൻ മാർഗമില്ലാത്ത ഒരുത്തിനാണ് ഈ കൊടുത്തിട്ട് ഒരുപാട് കാലം ഡിഫോൾട്ട് സെന്റൻസ് ഒക്കെ കൊടുക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ അതൊക്കെയാണ് അത് ഈ നോക്കാനുള്ളത്. അല്ലാതെ ഇതിനകത്ത് ഈ 20 വർഷം മിനിമം കൊടുത്തേ പറ്റുള്ളൂ. ഇത് മിനിമം സെന്റൻസ് കൊടുക്കേണ്ട ഒരു കേസാണോ ഇത്? അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇങ്ങനൊരു കേസ്, അതായത് ഇത്രയും പ്രമാദമായ ഒരു കേസ്, അതിനകത്ത് മാത്രമല്ല ഇതിനകത്ത് കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ അത്ര വലുതാണ്. ആ പെൺകുട്ടിയുടെ സ്റ്റേജ് ഒന്ന് അന്വേഷിക്കണം. ഇത് യവന്മാരെ കരച്ചിലല്ല കാണേണ്ടത്. ആ പെൺകുട്ടി എന്തുമാത്രം കരഞ്ഞു കാണുമെന്ന് കോടതി കാണണ്ടേ? അതല്ലേ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഞാനിത് വിധി തെറ്റാന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിലെ ശിക്ഷ എന്റെ അഭിപ്രായത്തിൽ വളരെ കുറഞ്ഞുപോയി എന്നുള്ളതാണ് എനിക്ക്. അല്ല ശ്രീ കമാൽ പാഷ, ഇപ്പോൾ അഡ്വക്കേറ്റ് രാജകുമാർ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ പറയുകയാണ് 20 വർഷം എന്ന് പറയുന്നത് പാർലമെന്റ് നിയമപ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ്. അതിന് ആരുടെ ഔദാര്യ ആവശ്യമില്ലെന്ന് പറയുകയാണ്. ഏത് കോടതിക്കും കൊടുക്കാൻ കഴിയുന്ന പരമാവധി കുറഞ്ഞ ശിക്ഷയാണത്. അതിന് മുകളിലേക്ക് കൊടുക്കുന്നതിൽ ആണല്ലോ കാര്യം. ഇതിൽ പറയുകയാണ് അവരുടെ കുടുംബ സാഹചര്യം, പ്രതികളുടെ പ്രായം, ഒന്നാം പ്രതി ഒഴികെ ബാക്കിയുള്ളവർക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന വാദമൊക്കെ കോടതി പരിഗണിച്ചു. അക്കാര്യത്തിൽ വിശാലമായ കോടതിയാണ്, നമ്മൾ ബഹുമാനിക്കുന്നു ആ കോടതിയെ. ഹാഷ്മി, അതെ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ശരിയല്ല. അത് എനിക്ക് അതിനകത്ത് കൂടുതൽ പറയാനില്ല. ഞാൻ പറയാനുള്ളതാണ് ഞാൻ പറഞ്ഞു. അതായത് ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനൊരു കേസിനകത്ത് മിനിമം സെന്റൻസ് കൊടുക്കുക എന്ന് പറയുന്നത് നീതിയുക്തമായ ഒരു തീരുമാനമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അത്രയും ഞാൻ പറയുന്നുള്ളൂ, ബാക്കി ഞാൻ പറയുന്നില്ല. താങ്ക് യു ശ്രീ കമാൽ പാഷ. എന്തായാലും അക്കാര്യത്തിൽ വലിയ പ്രതിഷേധം, വലിയ നിരാശ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജകുമാർ സാറിനുണ്ട്. ഇരയുടെ അഭിഭാഷക, അതിജീവിതയുടെ അഭിഭാഷക, ഇരയല്ല ഞാൻ സർവൈവറാണ്, അതിജീവിതയാണ് എന്ന പെൺകുട്ടി തന്നെ നേർക്കുനേർവെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവർ ഇര എന്ന വാക്കിന് അവിടെ പ്രസക്തിയില്ല, നിയമപരമായ വിക്ടിം എന്ന വാക്കാണ് ഉപയോഗിക്കാറുള്ളതെങ്കിലും അതിജീവിതയുടെ അഭിഭാഷക അതിനേക്കാൾ കൂടി കടുത്ത ഭാഷയിൽ പറയുന്നുണ്ട്. അജകുമാർ പബ്ലിക് പ്രോസിക്യൂട്ടർ ഞാൻ കോടതി മുറിക്കുള്ളിൽ വെന്തു നീറുകയായിരുന്നു എന്ന വാക്ക് തന്നെ ഉപയോഗിക്കണം. അദ്ദേഹം ഒന്ന് പരസ്യമായി, വേറെ ആരും പറയുന്നതല്ല, അദ്ദേഹം തന്നെ പരസ്യമായി വെന്തു നീറുകയായിരുന്നു. ഈ പാസ്പോർട്ടിന് വേണ്ടിയാണ് ഇക്കാലം അത്രയും ഞങ്ങളുടെ കാത്തിരിപ്പ്, 7.5 വർഷത്തെ ഞങ്ങളുടെ കാത്തിരിപ്പ് എന്ന അഡ്വക്കേറ്റ് രാജകുമാർ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഉറപ്പായും ഇത് തുടർ പശ്ചാത്തലത്തിലേക്കും തുടർ വ്യവഹാര വഴിയിലേക്കൊക്കെ പോകും. ഇപ്പം നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ ഇത് ഒരു ജുഡീഷ്യൽ ഉത്തരവാണ്, ഒരു കോടതി ഉത്തരവാണ്. കോടതി ഉത്തരവിനെ കോടതി ഉത്തരവിൽ കൂടി തന്നെ തിരുത്താനേ പറ്റൂ. ലോകത്തെ
എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.